നമുക്ക് എടുക്കാം. നൈസ് നൈസ്. കക്കാശി ഒറ്റയ്ക്ക് കയറി പോയില്ലേ അവിടെ? കാഷ്വാലിറ്റി ഉണ്ട്, അവരേലും ഉണ്ട്, നമ്മുടേലും ഉണ്ട്. ബാക്കിയുള്ളവരെ നിങ്ങൾ മിക്കവാറും ഇറങ്ങി വരേണ്ടി വരും. അവന്മാരെല്ലാവരും ഇവിടെ ഓൺ ഫൂട്ടാ. നിങ്ങൾ ഇറങ്ങി വന്നാൽ നമുക്ക് പുഷ് ചെയ്യാം. ഇറങ്ങി വരേണ്ടി വരും. എടാ റെഡിയാണോ? ഓക്കെ, കേറിക്കോ. ഈ താഴെ എടുത്തിട്ടുണ്ട്, ഈ താഴെ വണ്ടിയിൽ എടുത്ത് വരുത്തുന്നുണ്ട്. അവനാദ്യം നോക്കേ. ഓക്കെ, അവനെ എടുക്കും. ബാക്കിയുള്ളവർ പുഷ് കേറി പണ്. ഈ വണ്ടിയിലുള്ളവനെ ക്ലിയർ ചെയ്യ്. നൈസാ, കേറി പണ്. അടിക്ക് തീർക്ക്. പുഷ് കേറി അടിക്ക്. പുഷ് റൈറ്റ് സൈഡ് പുഷ്. കവറൊക്കെ ഉണ്ട്. കേറി അടിക്ക്. പണ്ണി വിട്. എടാ കേറി അടിക്കടാ. ഇവരൊക്കെ 1 HP ആയിരുന്നു. അൾട്രോ കണ്ടോ? ഈ ഒരു സംഭവം വേണ്ടേ? അഗ്രഷൻ. അവനറിയാം, അൾട്രോനെ അറിയാം ഇവിടെ ഇത്രയും പേരുണ്ടെന്നും അറിയാം. പക്ഷെ എന്നിട്ടും അവൻ ഈ ഒരു ഇതിനു വേണ്ടി അവിടെ കുത്തിയാണ്. ഹലോ, കേക്കാവോ? അടിപൊളി കളി കേട്ടോ, ഒന്നും പറയാനില്ല. വിഷയം നൈസായിട്ട് കളിച്ച്. അൾട്രോ അടിപൊളിയായിട്ട് കളിച്ച്. വർക്കിച്ച് അവിടെ അടിപൊളിയായിട്ട്. മൊയ്തീനെ എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചടാ. അല്ല, നീ ലാസ്റ്റ് ഒരു അഗ്രഷൻ കുത്തിയില്ലേ? അത് അടിപൊളിയായിരുന്നു. സ്പൈഡിയുടെ ഫസ്റ്റ് ടർഫായിരുന്നു കേട്ടോ. ഞാൻ പറയട്ടെ, ഇന്ന് അവര് കളിച്ചില്ലേ? ഇതേപോലത്തെ ഒരു കുത്താണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ഇത് കുത്താന്ന് എന്തായാലും ഉറപ്പായിരുന്നു. കാരണം ഇവരെങ്ങനെ മറ്റേ പാണ്ടിക്കുത്തങ്ങ് കുത്തിയത്. ആ ടീമാണിത്. ഇവര് നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. കക്കാശി ഇവിടെ തലപതി അത്രയും നൈസ് മൊയ്തീനെ. അതും അപ്പാപ്പന്റെ സ്പെക്കും കൂടി അടിപൊളിയല്ലേ? അതുപോലെ ആ മൂലക്ക് ട്രാപ്പ് ആക്കി വിടും. അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. തളപതി ഇത് വാമ്പയർ ആണോ VPD ആണോ? സോറി, മാറിപ്പോയി. നോക്കി കളിച്ചില്ലെങ്കിൽ തറയിൽ വീഴാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. സത്യത്തില് തുടക്കം ഞാൻ ടൈറ്റ് ആയെന്ന് വിചാരിച്ചു. അവരപ്പുറത്ത് ബിൽഡിംഗ് കയറിയില്ലേ, പിന്നെ അവര് തന്നെ ഇവിടെ വന്ന് കുത്തി തന്നെ. പക്ഷേ ഇവരിവിടെ പെട്ടെന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനായിരുന്നു. നമ്മളതില് ഉള്ളൊരു ഇച്ചിരി ഞാൻ ഇവരെല്ലാം കണ്ട് പതിയെ നോക്കി അടിച്ചിട്ടിരുന്നത്. അൾട്രോ 3 കുത്ത് അല്ല, ഇനി ഒരു കുത്ത് അൾട്രോ കുത്തും. അത് നൈസാണ്. അതെ ഒരു അഗ്രഷൻ കുത്താണ്. അൾട്രോണ് നീ ഇത് ലോങ് ആണെങ്കിലേ അവരങ്ങ് കിടന്ന് പാനിക് ആയിക്കോളും.
അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടി വണ്ടി എടുത്തപ്പോ നമ്മളെ സൈഡിൽ നിന്ന് 3 പേരെ പുഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടിയായിരുന്നു ഷെയ്ക്ക് ഡ്രൈവിംഗ് സീറ്റ്. ആൾക്കാർ ഇറങ്ങി പുഷ് ചെയ്ത് ഇല്ല അവൻ വീണീന ബൈഫൂട്ടാണ് അവർ വന്നോണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുവാണ് ഇവിടെ ഇതും കറക്റ്റ് ആയിരുന്നു മറ്റേ മൊയലിന്റെ പൊസിഷൻ. ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അങ്ങോട്ടും വരാൻ പറ്റില്ല. അവിടെ ഞാൻ റോട്ടിലുണ്ടായിരുന്നു ആ സൈഡിൽ നിന്ന്. ഹിറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ ഇവിടെ വന്നു ആദ്യം അപ്പുറത്ത്. വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ഇതാ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു പിക്ക് കിട്ടിയെന്ന്. സാലിയോ നോക്കി താഴെ അവരെ പഴിപ്പിച്ചിട്ട് അതുകൊണ്ട് ചാരി നിൽക്കും. പയ്യ ആംഗിളൊക്കെ എടുത്ത് അവൻ ചാരിത് കറക്റ്റ്, പക്ഷെ അവന്റെ ഹെഡ് മേളിലായിരുന്നു. അതിന്റെ മേളിൽ നോക്കി അത്രേ ഉള്ളു. നാളെ കാണത്തില്ലേ? നോക്കി കാണത്തില്ലേ? അവർക്ക് ഡ്രാഗൺ ഇപ്പൊ സ്പോട്ട് ചെയ്ത് ബാക്കിൽ അതില് റിവഞ്ചിനെ നാളെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. റിവഞ്ച് വേണം നാളെ. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിളിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനമാണെന്ന് തോന്നുന്നു. ആകാശ് റോഡക്സ് ഇപ്പോൾ ഡൗൺ ആണെന്ന്. ശരിക്കും ഇത് ഭയങ്കരമായിട്ട് കോർണർ ചെയ്തല്ലേ അവര് എല്ലാ ആംഗിളിൽ നിന്നും. എന്തുകൊണ്ട് തിരിയാതിരാവില്ല? ഇവിടെ ലെഗസി നീ ഇല്ലാത്തതിന്റെ കുറവുണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പുഷ് ചെയ്യായിരുന്നു ഇവിടെ. കണ്ടോ ഈ ഒരു കുത്ത് കണ്ടോ? ഈ ഒരു കുത്ത് നൈസ് ആയിരുന്നു. ഇവിടെ ഹിറ്റുവിന്റെ കവറും ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ കേറാൻ സമ്മതിച്ചില്ല. ഡ്രാഗൺ ആണ് ഇവിടെ കേറാൻ സമ്മതിക്കുന്നത്. ഡ്രാഗൺ അവിടെ തളപതി ഉണ്ടല്ലേ മേളില്. നൈസ് കളിയായിരുന്നു കേട്ടോ. നൈസ്. അതായത് അവര് ലോക്കായി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടക്കുക. ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു. അൾട്ര അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. മൊയലാണ് കേട്ടോ ഷെയ്ക്കിനെ കൊന്ന്. അല്ല വേറൊരു കാര്യം നമ്മുടെ നമുക്ക് തന്നെ ഹെൽത്ത് കുറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സ്പൈഡ് ഓടുന്ന സ്ഥലത്തില്ലേ നമ്മളങ്ങ് പുഷ് ചെയ്ത് കയറണമായിരുന്നു സത്യത്തിൽ. അവിടെ ലോക്കായി പോയി. ബോഡി ബ്ലോക്ക് ആയ ചത്ത്. കക്കാശി വേറൊരു കാര്യം നമ്മുടെ ടീമിന്റെ ടാഗ് അവിടെ ബ്ലോക്കായി പോയി. ഒന്നും ചെയ്യില്ല. ഞാനായിരുന്നു കേറി പോവായിരുന്നു. ഇതെന്താ ഒരു സൗണ്ട്? ഡൗൺ 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 നോക്കും. ഇവിടെ മൊത്തം ആൾക്കാര് വിഷയം. ഡ്രാഗൺ അടിപൊളിയായിട്ട് കവർ കവർ. എടാ മൊയ്തീനെ ഞാൻ എന്റെ വ്യൂവിൽ നീ അപ്പുറത്തെ സൈഡിൽ നിൽക്കുക. ഷെയ്ക്കിന്റെ അടുത്തുനിന്ന് എന്റെ മൈൻഡിലുള്ള. ഞാൻ അതാ പുഷ് ചെയ്യാൻ പറയുന്നത് അവിടെ. നൈസ് നൈസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ടർഫിൽ ആരും ഒന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്വന്തം ഇതിലെ കളിച്ചു. അവരെ എത്ര പോയിന്റ് പോയെന്ന് അറിയാവോ ജോണിയമ്മ? 52 തോന്നുന്നു. 52,000 ഐ മീൻ 5200 മണിക്കൂറാണ് ഇനി അവരെന്ത് ചെയ്യും? പിന്നെ ടർഫില്ല, അവർക്ക് വിളിക്കാൻ പറ്റത്തില്ല. 2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ടർഫ് അവർ വിളിക്കാൻ. ആ പിന്നെ നൈസല്ല. അത് ശരിയാവില്ല. മെയിൻ സെർവറിൽ വേണല്ലേ. ഈ മൊയല് കാണിച്ചു കണ്ടായിരുന്നു ടർഫ് തുടങ്ങുന്ന സമയത്ത്. എന്തോ ചെയ്തിട്ട് അവന്റെ വണ്ടി പോയി. ഞാൻ പേടിച്ചു പോയി. തള്ളിക്കൊണ്ടോണ് നേരെ ഓപ്പോസിറ്റ് ഗെയിമൊക്കെ നൈസ്. ഓഹോ ഡ്രാഗൺ മാരിയല്ലേ?